ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നല്ലൊരു വെറൈറ്റി കറിയാണ്. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു വെറൈറ്റിയാണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടുന്ന പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത്, അതുകൊണ്ടാണ് കുറച്ച് അധികം ചേർത്തത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഫെനൽ സീഡാണ്. ഫെനൽ സീഡ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്നത്. വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കി വെക്കണം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാനിതിൽ ചേർത്തത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഫെനൽ സീഡ് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വേണ്ട അറിയാത്തവർക്ക്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കുറേ ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 കിലോനും അതിൽ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ 2-3 തവണയായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന്, ഞാനിവിടെ കുറച്ചായതുകൊണ്ട് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് കുക്കായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറേ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടുത്ത സൈഡ് കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടില്ല. കാരണം അടിയിൽ അത് സ്റ്റിക്കായി നിൽക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ കറി സെയിം പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് ആദ്യം. അപ്പോൾ നമുക്കത് സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ടാൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇതിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെയാണ് സവാള ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കൂടുതലൊക്കെ ആണെങ്കിൽ എണ്ണയുടെ അളവൊക്കെ ഒന്ന് കുറക്കാം. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്, 3.5 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കാം, എണ്ണ അധികം വേണ്ട എന്നുള്ളവർക്ക്. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് കൊണ്ട് അതിൽ സോൾട്ടൊക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. ആദ്യം തന്നെ ആഡ് ചെയ്താൽ ചിലപ്പം കൂടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ടൊമാറ്റോ തക്കാളി നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് തവ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ അങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തവ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളിത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കണം, ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ. കാരണം നമ്മളിത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത്
അല്ലാതെ നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്ത പാത്രമാണെങ്കിൽ ചിലപ്പോൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ പൊരിച്ച പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ സെയിം ഓയിൽ തന്നെ വേറൊരു പാത്രത്തിലിട്ടിട്ട് അതിൽ സവാള വഴറ്റിയെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 2 ഗ്രാമ്പു, അതുപോലെ പട്ട, ഒരല്പം ചെറിയ ജീരകം, ഇത്രയും ഐറ്റംസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ നല്ല എരിവുള്ള ഒരു 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു 1.5 ടേബിൾ സ്പൂൺ വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആകുന്നുണ്ട് കറിക്ക്. ബേസൻ പൗഡറാണ്, കടലപ്പൊടി. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബേസൻ പൗഡർ ചേർത്തതെന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കുക എന്താ ഇത്ര ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഐറ്റംസ് എക്സ്ട്രാ എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ടർ ചേർത്തതിന് ശേഷം ലാസ്റ്റ് ചേർത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ഹോട്ട് വാട്ടർ, ഒരു 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബേസൻ പൗഡർ ആഡ് ചെയ്തതുകൊണ്ടാണ് നല്ലൊരു തിക്ക് ഉണ്ടാവും കറിക്ക്. അപ്പോൾ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം വെള്ളം ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേവിയിലാണ് കറി ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സോൾട്ട് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ കൂടുതലായിട്ടുള്ള പൊടി ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പീസസൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല തിക്കായി വന്നിട്ടുണ്ട് കറി. നല്ല തിക്കുള്ള ഗ്രേവി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഞാൻ ചേർക്കുന്നത് കസൂരി മെത്തിയാണ്. അപ്പോൾ ഇത് ഉലുവയുടെ ലീഫാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇത് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റിയുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ പൊടി ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എക്സ്ട്രാ പൊടി ഐറ്റംസ്, ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.